ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പം ഞാൻ നമ്മുടെ നിത്യവഴുതന കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ ഈ നിത്യവഴുതന മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അതാണ് ഉണങ്ങി കഴിയുന്ന ഉടനെ നമുക്ക് ആ വിത്തെടുത്ത് നട്ട് പിടിപ്പിക്കണം കേട്ടോ നിത്യവഴുതന. ഇതിന് നിത്യവഴുതനയെന്ന് പേര് വരാൻ കാരണം ഇത് നിത്യം ഇതിൻ്റെ അകത്ത് കായ ഉണ്ടായിരിക്കും കേട്ടോ. എന്നും ഇതിൻ്റെ അകത്ത് കായ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞിലെയൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടത്തിന്, കാരണം അന്ന് നമ്മുടെ പറമ്പുകളിലൊക്കെ ഇത് കണക്ക് കടകളിൽ നിന്നൊന്നും പച്ചക്കറി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കോവയ്ക്ക, നിത്യവഴുതനങ്ങ ഒക്കെ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ കൃഷി ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് എന്നും എന്തെങ്കിലുമൊക്കെ മെഴുക്കുരട്ടിക്ക് പറമ്പിൽ നിന്ന് എടുക്കുന്ന ഓരോ പച്ചക്കറിയൊക്കെ ആയിരിക്കും കേട്ടോ. കാന്താരിയാണെ കാണും, ചേമ്പിൻ്റെ താള്. അന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് കുറവായിരിക്കുമേ. അപ്പം എല്ലാ വീട്ടിലും കാണുന്നൊരു സംഭവമാണ് ഈ നിത്യവഴുതനങ്ങ കേട്ടോ. അപ്പം അന്ന് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലത്തൊക്കെ ആണെങ്കിൽ ഇതും ഒരു തേങ്ങാ ചമ്മന്തിയൊക്കെയാണ് എല്ലാവരുടെയും വീട്ടിൽ. അന്ന് അതുപോലൊക്കെ തന്നെ മിക്ക വീടുകളിലും കോഴി, പശു ഒക്കെ കാണും കേട്ടോ. അപ്പം അതിൻ്റെ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട പച്ചക്കറിയായിരുന്നു നിത്യവഴുതന. നിത്യവഴുതനങ്ങയും കോവലുമായിരുന്നു പണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും കൃഷി ചെയ്യുന്നത്. എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും കാ കിട്ടുമല്ലോ. ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ 2 കോവയ്ക്ക പറിച്ച് തോരൻ വെക്കുകയോ അല്ലെങ്കിൽ മെഴുക്കുരട്ടി വെക്കുകയോ ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നിത്യവഴുതന പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കായ് ഇനി നടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കഴിച്ചിട്ടുള്ള നിത്യവഴുതനങ്ങ മെഴുക്കുരട്ടി, ചമ്മന്തി, മുട്ട പൊരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.